ഹലോ, വെൽക്കം ടു സഫീസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു മധുരമുള്ള പായസം ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ഞാൻ പറയാണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ഇത് പ്രത്യേകിച്ചിട്ട് പായസത്തിൻ്റെ റെസിപ്പിയും കൂടി മാത്രമല്ല, ചെറിയ ചെറിയ വിശേഷങ്ങളും പറയുന്നതാണ്. ഈ പായസം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ 5-6 മാസം മുന്നേ ഒരു ഫുഡ് ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പായസ മത്സരമായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേക രസം എന്ന് വെച്ചാൽ കുറച്ച് വനിതകൾ കൂടിയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ നിർബന്ധിച്ച് അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫുഡ് ഫെസ്റ്റിന് പോയത്. അപ്പോൾ ഞാനൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഔഷധി പായസം ആയിരുന്നേ. ഈ ഒരു ഔഷധി പായസം ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ ഹെൽത്തി ആയിരിക്കണം, ടേസ്റ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് കറ്റാർവാഴ, നെല്ലിക്ക, കരിഞ്ജീരകം അങ്ങനെയുള്ളൊരു ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ പായസ മത്സരം മാത്രമല്ല, നാടൻ ഫുഡും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നാടൻ ഫുഡായിട്ട് ഞാൻ കപ്പപ്പുട്ടും മീൻകറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ 2 ഇനത്തിനും ഫസ്റ്റ് കിട്ടിയത് എനിക്ക് തന്നെയാണേ. ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായി തോന്നിയിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ പായസം ഉണ്ടാക്കുന്ന ഈ ഒരു കടായി തന്നെ അന്ന് കിട്ടിയ ഗിഫ്റ്റാണ്. ആ ഒരു പായസത്തിൽ ഞാൻ ഈ പരിപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനീയത്തിൻ്റെ ആവശ്യമുണ്ട്. അളവ് പറയുകയാണെങ്കിൽ ഇത് 1 കിലോ പരിപ്പിന് 1 കിലോ വെല്ലമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഞാൻ വെല്ലം മുഴുവനായിട്ട് എടുക്കുന്നില്ല. കാരണം ഞാൻ കുറച്ച് മുമ്പേ ഒരു ഉലുവ കർക്കിടകത്തിൻ്റെ ഒരു ഉലുവ പനി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കിയുള്ള ശർക്കര പനി എനിക്ക് ബാക്കി ഉണ്ടായതുകൊണ്ട് ഞാൻ 1 കിലോ വെല്ലത്തിൻ്റെ ഒരു 3 വെല്ലം മാറ്റി വെച്ചിട്ടാണ് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇനി ആ പരിപ്പ് നിറക്കിയെടുത്ത് വറുത്തെടുക്കണം. അപ്പോൾ വറുക്കുന്നതിന് മുമ്പേ കഴുകണ്ട, വറുത്തതിന് ശേഷം കഴുകിയാൽ മതി. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് നന്നായി ഒരു എന്താ പറയുക, കളർ ചേഞ്ചിങ് ആകുന്നത് വരെ, നല്ല മണമെല്ലാം വരുന്നത് വരെ ഒന്ന് കരിയാതെ വറുത്തെടുക്കണേ. ഇതിപ്പോൾ നേരത്തെ ബാക്കിയും കൂടി പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു ഇത് മാത്രമല്ല, ഒരു നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയും കൂടി ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉപകാരമായിട്ടുണ്ട്. ഈ പരിപ്പ് നന്നായി ഒന്ന് കൈവച്ച ശേഷം നമുക്ക് പായസത്തിന് ആവശ്യമുള്ള ഒരു പാത്രം വെച്ചെടുത്തിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയും പിന്നെ ഒരു അരമുറി തേങ്ങിൻ്റെ പാലാണ്. അതിൽ ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു പാലില്ലേ, ആ ഒരു നല്ല മൊയ്ത്ത പാല് നമ്മൾ മിക്സിയിലടിച്ചിട്ട് ആ ഒരു പാലൊന്ന് മാറ്റി വെച്ചിട്ട് അതൊന്ന് ലാസ്റ്റ് വെച്ച് കൊടുക്കേണ്ടതാണ്. ബാക്കിയുള്ള തേങ്ങാപ്പാലിൽ ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഇതുപോലെ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ മുഴുവനായിട്ട്, എനിക്ക് ഈ പായസത്തിൽ മുഴുവനായിട്ട് ഏലക്കായ കാണുന്ന ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കാതെ ഇത് ആ ഒരു തേങ്ങാപ്പാലിൽ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് വേവിക്കാൻ വെക്കാം. ആ ഒരു മത്സരം കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലൊരു പായസ മത്സരം നമ്മൾ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിന്. അപ്പോൾ അവിടെ ഞാൻ ഈ ഒരു ഔഷധ പായസം ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് എനിക്ക് സെക്കൻഡാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ വെല്ലവും പരിപ്പെല്ലാം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ വെച്ചായ മുൻപാലില്ലേ, അതൊന്ന് വെച്ച് കൊടുത്തും സെറ്റാക്കി, പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേഗം തന്നെ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നട്ട്സെല്ലാം വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വെച്ചെടുക്കാം. അങ്ങനെ നല്ല അടിപൊളി പ്രഥമൻ പായസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്ന് പ്രസ് ചെയ്യണേ. ഇനിയിപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നല്ലൊരു വീഡിയോയുമായി അടുത്ത് വരാം. ബൈ.